കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരമ്മ 2 പെൺമക്കളെയും കൂട്ടി ട്രെയിനിൻ്റെ മുന്നിൽ ചാടി അവരുടെ ജീവിതം അവസാനിപ്പിച്ച ഒരു പർട്ടിക്കുലർ ന്യൂസ് നമ്മൾ കണ്ടത്. ഇപ്പം എഗെയിൻ ജിസ്മോൾ, അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി അവരുടെ 2 പെൺമക്കളെയും കൊണ്ട് ആറ്റിൽ ചാടി അവരുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് കാണുന്നുണ്ട്. പക്ഷെ എന്താ വിഷയം എന്നറിയാം, നമുക്ക് പറഞ്ഞ് എത്ര പറയൂടെ, സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറണ്ടേ? പറഞ്ഞ് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് മാറുന്നല്ല, എത്ര ഡിസ്കസ് ചെയ്താലും വീണ്ടും ഭർത്താവ്, അമ്മായിയമ്മ, മരുമകൾ, പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ബാക്കി ഭർത്താവിൻ്റെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർ, ഭർത്താവിൻ്റെ ഹസ്ബൻഡ്, കയറി വരുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ കയറി വരുന്ന ഒരു പെൺകുട്ടിക്ക് അവിടെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരു സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ അത് ആരെടുത്ത് പറയും, എവിടെ പറയും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ക്ലൂ ഇല്ല. ഇങ്ങനെയൊക്കെ കേസുകൾ കേൾക്കുമ്പോൾ, ഇങ്ങനത്തെയൊക്കെ ന്യൂസുകൾ കേൾക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതെവിടെ പോയി പറയൂ ഇവർ? ഹസ്ബൻഡിനോട് പറയാൻ പറ്റില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് പ്രശ്നം ഇരിക്കുന്നത്. സ്വന്തം വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ, എത്ര കഷ്ടപ്പെട്ടാണ് കെട്ടിച്ചു വിട്ടത്, നാട്ടുകാരെന്തൊക്കെ പറയും? ഈ ഡയലോഗ് അടിച്ചിട്ട് പല മാതാപിതാക്കളും പെൺമക്കളെ നടതള്ളി വിടുന്നൊരു സിറ്റുവേഷൻ. നിങ്ങൾ ആലോചിക്കും, ഇതൊരു അഡ്വക്കേറ്റാണ് ഈ ലേഡി. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം അങ്ങനത്തെ സീനുകളൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഹസ്ബൻഡിൻ്റെയും ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നൊക്കെ അനുഭവിക്കേണ്ടി വന്ന അതിക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് അവസാനം ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാൻ. ആദ്യം ഈ ലേഡിയുടെ അച്ഛൻ സംസാരിക്കും, നമുക്ക് നോക്കാം. ഈ തലേദിവസം വിളിക്കുകയോ വല്ലതും പറയുകയോ വല്ലതും ചെയ്തിരുന്നോ? ഞാൻ UK നിന്ന് വിളിച്ചോളെ, അപ്പോൾ അവള് വിളിച്ചിട്ട് എടുത്തില്ല. വിഷു എൻ്റെ എടുക്കുന്നില്ല, വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ. അതെന്ത് പ്രശ്നമാണെന്നാണ് നമ്മൾ അവിടെ എല്ലാവരുമായിട്ട്. നമ്മള് കൊച്ചിവിടെ ഓഫീസിലാണ്, ഇവിടെ ഓഫീസിലാണ്. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് എന്നാ പറ്റിയതാ മാനേ? ഞാൻ പറഞ്ഞു ഇത് കൊണ്ടതാണ് പറഞ്ഞു, കഥകനിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടായി എന്നെ പിടിച്ചിട്ട് ഇതിൽ പിടിച്ചതാണ്. ഈ എൻ്റെ അടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ, എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവൾ വക്കീലാണ്, അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. ഏതറ്റം വരെ ഞാൻ വിവരമായിട്ട് പോകും. ജിസ്മോളുടെ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ? അതായത് ശാരീരികമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പീഡനം അവിടെ ഭർത്താവിൽ നിന്ന് ജിസ്മോൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ജിമ്മി എന്നാണ് ജിസ്മോളുടെ ഹസ്ബൻഡിൻ്റെ പേര്. ഈ ജിമ്മി ഈ ലേഡിയുടെ നിറത്തിനെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അത് മാത്രമല്ലാതെ ജിമ്മി എന്ന് പറഞ്ഞ ഈ വ്യക്തി ജിസ്മോളെ സ്വന്തം വീട്ടിലേക്ക് ഒരു കാരണവശാലും പോകാൻ സമ്മതിക്കില്ല, ഒരു പരിപാടിയിലേക്ക് പോകാൻ സമ്മതിക്കില്ല, ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, സ്വയം തൊഴിലെടുത്ത് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ആയിട്ടും ഇവർക്ക് മക്കളുണ്ട്, 2 മക്കളുണ്ട്. നിങ്ങൾ ആലോചിക്കുക, 2 മക്കളുണ്ട്. ആ ലേഡി പരമാവധി പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകാരും വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ വീഡിയോസിൽ നിന്നൊക്കെ എനിക്ക് പേഴ്സണലി മനസ്സിലായത് ജിസ്മോള് അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട് ലൈഫിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവർ ഈ ഒരു കടുങ്കൈ ചെയ്യുന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ എന്തോ കാര്യപ്പെട്ട സംഭവം ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ എന്താ പറയുക, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് മോർച്ചറിയിൽ വെച്ച് ബോഡി കണ്ട ഒരു മെമ്പർ പറയുന്നുണ്ട് ദേഹത്തൊക്കെ മുറിയുണ്ട്, കുട്ടിയുടെ കണ്ണിൻ്റെ അവിടെ ഒരു പാടുണ്ട്, ജിസ്മോളുടെ പുറകിലെങ്ങാണ്ടൊരു പൊട്ടി ഒലിക്കുന്ന രീതിയിലുള്ളൊരു മുറിവുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഈ ആറ്റിൽ ചാടിയ സമയത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ട് സംഭവിച്ചതാണോ എന്നറിയില്ല. അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഭർത്താവിൽ നിന്ന് അവർ ഏറ്റുവാങ്ങിയ ക്രൂരമായ പീഡനങ്ങളാണോ എന്നുള്ളതിനെക്കുറിച്ചും വലിയ ഐഡിയ ഇല്ല. ഓക്കെ, ഇനി ഈ ലേഡി ഒരു എന്താ പറയുക, അഡ്വക്കേറ്റ് ആണല്ലോ. അപ്പോൾ അവർക്കൊരു ഓഫീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് കുറച്ച് കാശ് കൊടുത്തിരുന്നു. അതിൻ്റെ പേരിലും കച്ചറയാണ്. പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും
ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല, ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ, ഞങ്ങളമ്മ ആക്സിഡൻറ്റ് വിളിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു. അത് 3 ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ചേച്ചി അത് എടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളുവ അവിടെ നോർത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്, അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത്. ഞങ്ങളുടെ അടുത്ത് ഒന്ന് കറങ്ങാൻ വരണം, അങ്ങനെ ചേച്ചി ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ്. ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചിയോട് സംസാരിച്ച് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല. ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ്. എൻ്റെ വൈഫ് ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമപുരത്ത് വെച്ചുണ്ടായിരുന്നു. അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ്. പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം, രാവിലെ പള്ളിയിൽ പോയി. അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവര് എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളിയെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണമെന്ന് പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. ഞങ്ങൾ എൻ്റെ കസിൻസിലേക്ക് ഒരു കല്യാണത്തിന് ഞാൻ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന്. അത് വിടത്തില്ല അവരെ. ചേച്ചീനെ പിടിച്ചു പിടിച്ചേക്കുമായിരുന്നു. പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. ജിസ്മോളുടെ ബ്രദർ സംസാരിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഒരുപാട് ആഗ്രഹമുള്ളൊരു ലേഡി, ഓക്കെ. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാത്തിനും വിലങ്ങുതടിയായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ പല സിനിമകളിലും സീരിയലുകളും നമ്മൾ കണ്ടു കാണും. അമ്മായിയമ്മ ആ വീട്ടിൽ തന്നെ കല്യാണം കഴിച്ചു പോയ നാത്തൂൻ ആ വീട്ടിൽ തന്നെ നിൽക്കുന്നു. ഇവരനുഭവിക്കേണ്ടി വരുന്ന കുത്തുവാക്കുകളും നോവിക്കലുകളും അതിനെക്കുറിച്ചിട്ടൊക്കെ ഈവൻ അവരുടെ വീട്ടുകാർക്കും നല്ല ബോധ്യമുണ്ട്. കാരണം അനിയൻ്റെ വർത്തമാനത്ത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും ഈ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കതൊക്കെ എവിടെ പോയി പറയണം അല്ലെങ്കിൽ ആരോട് പോയി പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അൻസൽ അബ്ദുൾ എന്നാണ് ഈ പെർട്ടിക്കുലർ കോട്ടയം ജില്ലയിലെ ഈ ഇൻസിഡൻറ്റ് നടന്ന ഏറ്റുമാനൂർ SHO തോന്നുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ്. അത് മാത്രമല്ല, അദ്ദേഹം മീഡിയാസിൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും അൻസൽ അബ്ദുൾ എന്ന് പറഞ്ഞ സാറ് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നൊരു വിഷയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഇൻസിഡൻസ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഒരമ്മയും 2 കുട്ടികളും ട്രെയിനിൻ്റെ മുന്നിൽ പോയി ചാടി. ഇപ്പോൾ ഒരു അമ്മയും 2 പെൺകുട്ടികളും ആറ്റിൽ പോയി ചാടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോലീസിനെ കൊണ്ട് സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈക്ക് എന്തുകൊണ്ട് അവർ വന്നില്ല എന്നുള്ള തോന്നലുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആർക്കാണെങ്കിലും തോന്നുള്ളൂ 2 കുട്ടികളെയും കൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ ലൈഫിൽ ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ ഇതിൽ കുറച്ച് സംശയിക്കേണ്ട കാര്യങ്ങളിരിക്കുന്നത്, ഈ കുട്ടി, ഏറ്റവും ചെറിയ കുട്ടി, ജിസ്മോളുടെ ചെറിയ കുട്ടിക്ക് ഒരു 1 വയസ്സും 2 മാസമോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞു കേൾക്കുന്നത്. ആ കുട്ടിയെയും 4 വയസ്സുള്ള വേറൊരു പെൺകുട്ടിയെയും സ്കൂട്ടറിൽ ഇരുത്തിയിട്ട്, ആറ്റ സൈഡിൽ നിന്ന് ഒരു സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. ആ സ്കൂട്ടറിൽ ഇരുത്തിയിട്ട് ഇവരെ എങ്ങനെ കൊണ്ടുപോയി? കാരണം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവർ കയ്യിലെ വെയിൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിൻ കട്ട് ചെയ്തതിന് ശേഷം ഇവർ ആ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോയി വണ്ടി ഓടിച്ചിട്ട്? കുട്ടികളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർക്ക് കീടനാശിനി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർപ്പിക്കോ എന്തോ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ അബോധാവസ്ഥയിലാണോ കുട്ടികളെ കൊണ്ടുപോയത്? അതോ ഇവരെ ആരെങ്കിലും കൊണ്ടുപോയി ഇട്ടതാണോ?
എന്നിട്ട് അതിനുശേഷം ഒന്നും ഇത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടന്നേ പറ്റൂ ഇതിന്. കാരണം അതിനകത്ത് അങ്ങനെ സംശയിക്കേണ്ട ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പം ഇങ്ങനെ ഇന്ന് കുറേ ഇതിൻ്റെ വീഡിയോസിൻ്റെ റെഫറൻസ് ചെയ്യാൻ വെച്ച് നോക്കിയ സമയത്ത് ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ലേഡി ഒരു ചാനലിന് കൊടുത്ത ബൈറ്റിനകത്ത് അവരുടെ ഫേസും കാര്യങ്ങളൊന്നുമില്ല, അവരുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അവർ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അവിടെയൊക്കെ പാല് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോളി കൊച്ചപ്പടിക്ക കൊച്ച് കരയുന്ന ഒച്ച കേൾക്കുന്നു. ആര് പറഞ്ഞു? അമ്മാമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ ഷൈനയുടെ കൊച്ചായിരുന്നോ? അല്ല, ജിസ്മോടെ കൊച്ച് സോറി ഷൈൻ പറഞ്ഞ ഈ കൊച്ച് ജിസ്മോളുടെ കൊച്ചായിരുന്നോ? അതാ വീട്ടിൽ നിന്ന് എല്ലാവരും ഈ കൊച്ചെങ്ങനെ കരയാറുള്ള കൊച്ചായിരുന്നോ? അത് കരയൊക്കെ ചെയ്യും. ഈ കൊച്ചിന് ചേച്ചി എടുത്തോണ്ട് നടക്കാറില്ലായിരുന്നു കുഞ്ഞിന്റെ മുതൽ? അത് കുഞ്ഞവളെയാ, അവളെടുത്തോണ്ട് നടക്കും. മൂത്ത കൊച്ചാണ് കിടന്ന് കരയുന്നത്? ആരാന്നറിയത്തില്ല, കൊച്ചു കരഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ നേരം പറഞ്ഞു, എന്നാ ഞാൻ നോക്കട്ടെ, എനിക്ക് ക്ലാസ് ചായ ഞാൻ കുടിച്ചോണ്ട് ഓടി. ഞാൻ ചേർന്ന് ചേച്ചിക്ക് അന്നേരം ഓടിച്ചാൽ ഏത് അമ്മയ്ക്കാണൊരു കൊച്ചു കിടന്ന് കരയുമ്പം അപ്പൊ കരഞ്ഞ് ഞാൻ കയറി വരികയും അപ്പൊ ഈ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറത്ത് ഒരു ചെറിയ ഗ്രില്ല് വാതിലുണ്ട്. അപ്പൊ അങ്ങോട്ട് ഇറങ്ങിയൊക്കെ പോകാൻ. അപ്പൊ അവിടെ ആ ചെറുക്കൻ വന്നു, ഹസ്ബൻഡ് വന്നു ജിസ്മോടെ. ഹസ്ബൻഡ് വന്ന് ഞാൻ ഈ കൊച്ച കരഞ്ഞു കയറി ചെല്ലുമ്പോ ജിസ്മോടെ ഹസ്ബൻഡ് വന്നു. അപ്പം പുള്ളിയാണ് ജോലിക്ക് പോയില്ലേ? ഇതറിഞ്ഞിട്ടെല്ലാം വന്നതായിരിക്കും, എനിക്കറിയത്തില്ല എങ്ങനെയാണ്. വന്ന് അന്നേരം പറഞ്ഞു, മോളി ചേച്ചി കൊച്ചിനെയും അവളെയും ജിസ്മോളെയും കണ്ടില്ലെന്ന്. കൊച്ചു കരയുന്ന കേട്ടെന്ന് പറയുന്നേ? അതായത് ഇവര് ഈ അമ്മാമ്മ 12 മണിയാവുമ്പോ പാല് കൊടുക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്ന് അപ്പൊ ഈ കൊച്ചു കരയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി അത് കഴിഞ്ഞ് വേറെ കുറെ സ്ഥലത്ത് പാല് കൊടുത്തിട്ട് തിരിച്ചു ചെല്ലുമ്പോഴാണ് അമ്മയോട് പറയുന്നത് കൊച്ചു കരയുന്നുണ്ട്. അന്നേരം അമ്മ തിരിച്ച് അന്നേരം തന്നെ 3/4 മണിക്കൂർ എടുത്തായി. അപ്പൊ പുള്ളിക്കാരി അന്നേരം വന്നല്ലോ പറഞ്ഞു, 3/4 മണിക്കൂർ കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ തിരിച്ചു ചെല്ലുമ്പോഴത്തേന് ഈ ജിസ്മയുടെ ഹസ്ബൻഡും അമ്മയും ഒരുമിച്ചാ ചെല്ലുന്നത്. കൊച്ചിനെ എങ്ങനെയാ ചേച്ചി കൊണ്ടുപോയി? ഒരു 5 വയസ്സുള്ള കൊച്ചിനെ എങ്ങനെ സ്കൂട്ടറെ കയറ്റിക്കൊണ്ട് പോയി ചേച്ചി? എങ്ങനെ കൊണ്ടു ചേച്ചി സ്കൂട്ടറെ? 4 ഇതിനകത്ത് ഈ വേലക്കാരിയായിരുന്ന ചേച്ചി പറയുന്നത് ആസ് യൂഷ്വൽ അവർ ജിസ്മോളുടെ വീട്ടിൽ ചെന്ന സമയത്ത് ഈ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ അപ്പനും ജിസ്മോളും മാത്രമായിരുന്നു ഉണ്ടായിരുന്ന കുട്ടികളും. അവരവിടെ പോയി നോർമലി അവർക്ക് വലിയ ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വേറെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അരി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോയി. പിന്നെ തിരിച്ചവർ ആ വീട്ടിലേക്ക് പോയി. അപ്പോൾ ജിസ്മോള് കുഴപ്പമില്ല, അവരെന്തോ ലോൺ അടച്ച പൈസേൻ്റെ സ്കീമൊക്കെ പറയുന്നുണ്ട്, അതിലൊരു കുറച്ച് പൈസ അവർ തിരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷം അടുത്ത വീട്ടിൽ പാല് കൊടുക്കുന്ന, അത്യാവശ്യം എല്ലാ വീട്ടിലും പാല് കൊടുക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചീൻ്റെ അങ്ങോട്ട് ഇവർ പോയി. അവിടെ സംസാരിച്ച് ചായം കുടിച്ചിരുന്ന സമയത്ത് അമ്മച്ചി പാലൊക്കെ കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്രേ അവിടെ ജിസ്മോളുടെ അവിടെ കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കുറേ നേരമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ ചേച്ചി ഇവിടുന്ന് ഓടി അവിടെ ചെന്നു. അപ്പോഴാണ് ഹസ്ബൻഡും അവിടെ. അതുവരെ ഹസ്ബൻഡിൻ്റെ അമ്മേനെയും കൊണ്ട് കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ അവിടെ ചെന്ന സമയത്ത് ഹസ്ബൻഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെ കണ്ട സമയത്ത് ജിസ്മോളിനെയും കുട്ടീനെയും കാണാനില്ല എന്നാണ് ആര് പറഞ്ഞത്? ജിമ്മി വേലക്കാരിയോട് പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് ജിമ്മി എങ്ങനെ അവിടെ എത്തി അത്രയും പെട്ടെന്ന്? അല്ലെങ്കിൽ ജിമ്മി മാത്രമായിരുന്നു? അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കിടക്കുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ജിമ്മിയുടെ മദറിനെ കുറിച്ചിട്ട് വേറെ ഒരു നാട്ടുകാരനായ വ്യക്തി പറയുന്നത് കേട്ടോ. ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ജിസ്മോളോട്. കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ്. അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഇവള് LLB പാസ്സായതാണ്, ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൾക്ക് നല്ലൊരു ജീവിതം, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. ആ കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത്, അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ഇവളെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം മറ്റ് തെളിവുകളൊന്നും നമുക്ക് ഇതിന് ലഭ്യമായിട്ടില്ല. പക്ഷേ കൃത്യമായൊരു അന്വേഷണം പോലീസ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശരിയായ ചോദ്യം ചെയ്താൽ
ഇത് വെളിവാകും. അതോടൊപ്പം അവിടെ ഒരു വീട്ടുജോലിക്കാരി ഉണ്ടായിരുന്നു. ആ വീട്ടുജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കും. അപ്പോൾ ആ തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടാൽ ഈ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. കാരണം ഇത്രയും ക്രൂരമായ വിനോദം നടത്തുന്ന ഈ കുടുംബം വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്താണെങ്കിലും കുറേ ആളുകൾ ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഹസ്ബൻഡിൻ്റെ ഫാമിലി എത്ര പോരാ, ഹസ്ബൻഡും ആളത്ര വെടിപ്പല്ല, ഈ ലേഡിയോട് വളരെ മോശമായ രീതിയിലുള്ള ബിഹേവിയറാണ് ഇവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും അവർ കംപ്ലീറ്റ്ലി അതൊക്കെ സഹിച്ചവിടെ നിൽക്കുമായിരുന്നു എന്നുള്ളതൊക്കെയാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എന്താണെങ്കിലും ഇതിലൊക്കെ ഒരു ക്ലൂവോ തെളിവോ ഒക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഒരു വീട്ടിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ജിസ്മോൾ ആർക്കെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസോ ചാറ്റുകളോ അവരുടെ അടുത്ത ഫ്രണ്ട്സിനോടോ കൂട്ടക്കാരോടോ കുടുംബക്കാരോടൊക്കെ പറയുന്ന സാഹചര്യങ്ങളിൽ മേ ബി അതിൻ്റെ എന്തെങ്കിലും ഒരു സംഘടനകൾ കിട്ടിയാൽ ഓക്കെയാണ്. എന്താണെങ്കിലും എന്ത് ചെയ്യാണ് ഈ കാലത്തിൽ? നിങ്ങൾ ആലോചിച്ചു, പഠിപ്പ് വിദ്യാഭ്യാസമോ പൈസയോ അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇവിടുത്തെ വിഷയം എന്താ? ചുമ്മാ ഒരു വന്നു കയറുന്ന സ്ത്രീയോട് ഒരു ചൊറി, മനസ്സിലായി, ഒരു തരം ഈഗോ. അത് എൻ്റെ മകനെ അടുത്ത് ഒന്നുള്ള ചില ആൾക്കാർക്ക് ഉണ്ടറിയത്. കാരണം എൻ്റെ മകൻ അവൾ വരുമ്പോഴത്തേക്ക് അവൾ പറയുന്നത് അങ്ങനത്തെ ഒരു സാധനം ചിലർക്ക് അടിക്കും. ഇതൊക്കെ എന്താ പറയുക, ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് ഹസ്ബൻഡ് തന്നെയാണ്. ഓക്കെ, ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അതല്ല, ഹസ്ബൻഡ് വീട്ടിൽ സീനാണ്, ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ. ഇതിപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ജിസ്മോളുടെ അമ്മ മരിച്ചതാണ്, അതിനുശേഷം അച്ഛൻ മക്കളുടെ കൂടെ എബ്രോഡാണ്. സോ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിക്കുക. ആ 2 കുട്ടികളെയും കൊണ്ട് അമ്മമാരിങ്ങനെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ 2 ഇൻസിഡൻറ്റ്, ഇപ്പം ഉണ്ടായ 2 ഇൻസിഡൻറ്റും, ട്രെയിനിൻ്റെ മുന്നേ ചാടിയതും ആറ്റി ചാടിയതും, ഇതിൽ രണ്ടും മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി. എനിക്കുള്ളത് 2 പെൺകുട്ടികളാണ്. നാളെ അവർ വളർന്നു വന്നിട്ട് എന്നെപ്പോലൊരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നാളെ അവരെ ഹെൽപ്പ് ചെയ്യാനും ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് അവരെയും കൊണ്ടുപോകാം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ അമ്മമാർ ചെയ്തതായിരിക്കും ഇതൊക്കെ. എന്താണെങ്കിലും നിയമപരമായിട്ട് ശിക്ഷ കിട്ടണം. ഇവരൊക്കെ ഇതേപോലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നിടുന്ന ആരാണെങ്കിലും കൃത്യമായ ശിക്ഷ കിട്ടണം. അതൊരു മാതൃകയായി സൊസൈറ്റിന് മുന്നിൽ നിന്നാലേ നാളുകളിൽ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന വീട്ടുകാർക്ക്, വ്യക്തികൾക്ക് അതൊരു പാഠമുള്ളൂ, ഒരു മാതൃകയായിട്ട് മുന്നിൽ